ഞാൻ എൻ്റെ ഒരു ലൈഫൊക്കെ നല്ല സെറ്റായിരുന്നെങ്കിൽ ഞാനൊരു 10 പിള്ളേരെ പ്രസവിച്ചേനെ. 10 പിള്ളേരെ പ്രസവിച്ച് സന്തോഷമായിട്ട് നോക്കിയേനെ. പിന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ ഇത്താക്ക് ഒരു മോനുണ്ട്, എൻ്റെ ബ്രദറിന് 3 അച്ചപ്പയ്യന്മാരുണ്ട്, എൻ്റെ അനിയത്തിക്ക് 2, എനിക്ക് 2. അപ്പോൾ ഇതെല്ലാവരും കൂടെ 8 പേരുണ്ട്. 8 പിള്ളേരുണ്ട്. ഞാൻ എല്ലാവരും എത്ര മക്കളും ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും എനിക്ക് 8 പിള്ളേരെന്നാണ് പറയണത്. 8 പിള്ളേരെന്ന്. അപ്പോൾ അവർ ചോദിക്കും, ഹസ്ബൻഡ് എന്താ പണി, ഇതൊക്കെ തന്നെയെന്ന് ചോദിക്കും. മിസ്റ്റർ ഐഷ, നീ ഇന്ന് മസാജ് സെൻറ്ററിലല്ലേ? ഞാൻ പോയിരുന്നോ, നിന്നെ കണ്ടില്ല. നീ എവിടെ പോയിരുന്നാലും എന്നെ തിരയുമെന്ന് എനിക്കറിയാം മിസ്റ്റർ. നിൻ്റെ പേരങ്ങനെയാണല്ലോ. എന്നെ എവിടെ നോക്കിയില്ലും ഒരു രക്ഷയില്ല മോനെ. നിൻ്റെ എനർജി സമ്മതിക്കണം. ഓക്കെ, എന്താ ഒന്ന് നോക്കണം നമുക്ക്. എൻ്റെ ഫ്രണ്ട്സേ, നിങ്ങളെല്ലാവരും എന്താ ഇവനൊന്ന് നോക്കും, മിസ്റ്റർ മൈ രാമൻ. അവൻ എന്നെ എവിടെയോ പോയി തിരക്കി, കണ്ടില്ല എന്ന്. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു മറുപടി കൊടുക്കും. ആൻ്റണി വർക്ക് ഇത് ഇനിയുമുണ്ടോ കനക കഥകൾ? ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ. പിന്നെ അവൾക്ക് വെച്ചിരുന്ന പാൽക്കുപ്പി എടുത്ത് കുടിച്ച കഥയുണ്ട് ഞാൻ. ഐ ലവ് യു ഇസാക്ക്, ഐഷ. ഹായ് മുർഷി. ഹായ് മുർഷിയുടെ കുഞ്ഞാവ, ആലോചിക്കാം ഒരു കല്യാണം. മുർഷി എവിടെ മിസ്റ്റർ? അവനെ ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലല്ലോ അവൻ്റെ അടുത്ത്. അല്ല, നിങ്ങൾ എല്ലാവർക്കും തെറ്റിദ്ധരിക്കുന്നതാണ്. മലയാളികളൊന്നും ഇങ്ങനെയൊന്നും വിചാരിക്കല്ല. ഇത് മസാജ് സെൻ്ററൊന്നും അല്ല കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുമോ? അവർക്കൊക്കെ ഒരു പെണ്ണിനെ കണ്ടേ. ഞാൻ ഈയിടെ ഒരു ലേഡി സംസാരിക്കുന്ന കേട്ടോ, ഒരു മസാജിനെ പറ്റി പറയുന്നു. ഞാനാക്കി മുർഷി സങ്കടം. ഹലോ, ടു മച്ച് സൗണ്ട് ബൈ. ഞാൻ ഹെലികോപ്റ്ററിൻ്റെ അടുത്താണ് നിൽക്കണേ. മുർഷി ഓക്കെ. അപ്പോൾ അതാണ് കഥകൾ കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോൾ എന്താ, ഒരു പെണ്ണ് ലൈവിൽ സംസാരിക്കുമ്പോൾ 2 അപ്പച്ചന്മാരിപ്പം വന്നിരുന്നു മസാജ് സെൻറ്ററിൽ എന്നെ തിരക്കി പോയെന്നും പറഞ്ഞുകൊണ്ട്. എന്നെ തിരക്കി മസാജ് സെൻറ്ററിൽ പോയാൽ എന്താ ചെയ്യുക? അതിനോ യു മുരളി, കല്ലിവല്ലി. ഗുഡ് ഫ്രണ്ട്സ്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ പോയി. ആണോ മിസ്റ്റർ ആൻ്റണി വർക്ക്? നിങ്ങൾ എവിടെ പോയതാ മനുഷ്യ? നിങ്ങളെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതല്ലേ, എന്തിനു പോയത്? ഞാൻ 2 ബ്ലോക്കാക്കി. മുർഷി മെസ്സേജ് കണ്ടില്ല. നിങ്ങൾ കാണത്തില്ല, അത് വീട് ലൈവ്. ഓക്കെ ശരി മാമ. ഹായ് മുർഷി. പിന്നെ ആൻ്റണി വർക്ക് ഞാൻ പോയതല്ല, കൊച്ചു പോയത്. എന്നെ നിങ്ങളാരും വേദനപ്പെടുത്തിയിട്ടൊന്നുമില്ല. ചിലരുണ്ടല്ലോ, ഇങ്ങനത്തെ ബാഡ് കമൻസൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു മനസ്സിനൊരു വേദന തോന്നും, ചിലപ്പോൾ അങ്ങനെ തോന്നത്തൊന്നുമില്ല. ബാഡ് കമൻസ് എന്താ അവർ ചോദിക്കുന്നത്? മസാജ് സെൻറ്റർ ആണോ? മസാജ് സെൻറ്റർ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് മസാജ് ചെയ്യുന്ന സ്ഥലമായിരിക്കുമെന്ന്. അവിടെയൊക്കെ വേറെ സംഭവമാണ്, അതൊന്നും ശരിയല്ല. അപ്പോൾ എന്നെ ചെറുക്കൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവൻ തന്നതും പോരാഞ്ഞിട്ട് ചുമ്മാ എന്നെ കാണാൻ വേണ്ടി ഞങ്ങളെ വീട്ടിൻ്റെ പരിസരത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങാനും തുടങ്ങി. ഓരോ ദിവസം ഞങ്ങളെ വീട്ടിന് ചുറ്റിനും തിണ്ണ ഉണ്ടായിരുന്നു. ചുറ്റും ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നില്ലേ, അങ്ങനെ ഇരിക്കുന്ന ആ സൈഡ് കെട്ടിയിരിക്കുന്ന തിണ്ണയെന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ പറയുന്നത്. അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഞങ്ങളെല്ലാം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവ ഇങ്ങനെ ഞങ്ങളെ വീടിനെ ചുറ്റും റൗണ്ട് അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് വലിയ ചെറുക്കനല്ലേ അതൊന്ന് ഇത്തായോ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ചെറുക്കനെ 2 വഴക്ക് കൊടുത്തു. അവൻ ഒരൊറ്റ ഓട്ടം ഓടിക്കളഞ്ഞ്. പിന്നെ അവൻ ആ പരിസരത്ത് വന്നിട്ടില്ല. ഷിഹാബ് ചിരിച്ചല്ലോ. അവനെ കാണാൻ പറ്റുമോ? അവനെന്തിനാ കാണുന്നത്? അവനൊക്കെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചേ. ഇപ്പം ഇർഷാദിനെ കണ്ടപ്പോൾ എനിക്ക് അവൻ്റെ പേരും അവനെ ഓർമ്മ വന്നു. അവന് ക്ലാസ്സിലൊക്കെ എപ്പം വരുമ്പോഴും അവൻ എന്ന് ലേറ്റായിട്ട് വരുന്ന ഒരു പയ്യനാണ്. നമ്മുടെ ടീച്ചറൊക്കെ പറയും അവൻ കോളേജ് സ്റ്റൈലാണെന്ന്. അയാം ഉണ്ടോ എന്ന് വെച്ചാൽ എന്താണ് ഷിഹാബ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഷിഹാബ്. നിങ്ങൾ ഉണ്ടയാണെന്നോ? ഓമനത്തുള്ള വട്ടമുഖം കാണാൻ, സരസമായ സംഭാഷണ ശൈലി കാണാൻ പെട്ടെന്നൊരു നിമിഷം നിലച്ചുപോയി. ആരെന്ത് നിലച്ചുപോയി എന്നാണ്? ഹൃദയസ്തംഭനമോ? ഷിഹാബ് ജാൻ ഉണ്ടോ? നിങ്ങൾ അവിടെ ഉണ്ടെന്നാണോ? ഓക്കെ നൈസ്. എന്താണ് വന്ന കാര്യം നടത്തി സന്തോഷമായി തിരിച്ചു പോകാം. ഒന്ന് കാണാൻ പറ്റുമോ? ഒരു കപ്പ് കൊടുക്കാൻ. എന്തിനാ കപ്പ് കൊടുക്കുന്നേ? കുഞ്ഞി വാവയ്യോ തുടങ്ങിയ കഥയെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നതാണ്. ഷിഹാബ് ഓക്കെ അത് കേൾക്കണ്ടേ? അപ്പോൾ എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിയെ പ്രസവിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിരം പല്ലവി എന്നെ എല്ലാവരും
എല്ലാവരും പറയണ സ്ഥിരം പല്ലവിയാണൊക്കെ എല്ലാവരും പറയും, ഇനി നിന്നെ വേണ്ട, ഇനി ഇളയ വാവേനെ മതി, നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്നെ എന്തോന്ന് ഇത് അപ്പോൾ എല്ലാവർക്കും പേടി. ഞാൻ ചിലപ്പോൾ അടുത്ത് കൊഞ്ചി കുഴഞ്ഞൊക്കെ നടന്നതുകൊണ്ട് ഇളയ കൊച്ചിനെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്താലോ, ഞാൻ എടുത്ത് വലിച്ചുകൊണ്ട് തള്ളിയിടുക, ഇമാതിരി കലാപരിപാടി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് ഉമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിൽ നിർത്തി കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അപ്പോൾ എന്നാലും ഉമ്മ പ്രസവം കഴിഞ്ഞ് വന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ആ കൊച്ചിനെ അടുത്ത് കിടക്കാൻ ഭയങ്കര കൊതി, ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറിയ കൊച്ചിനെ. അന്നേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെ. അപ്പോൾ എനിക്ക് അന്ന് 4-5 വയസ്സ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഉമ്മ രാത്രി കിടന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഉമ്മ പറയാൻ പറ്റൂല നിൻ്റെ സ്വഭാവം, അടിപിടി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? എനിക്കന്ന് ഒരു 4-5 വയസ്സ് അടുപ്പിച്ചുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ഉമ്മത്തിരി കൊച്ചിനെ ഇപ്പുറത്ത് കിടത്ത് കാര്യമുണ്ട്. ഉമ്മ കൊച്ചിനെ ഉമ്മയുടെ അപ്പുറത്തെ സൈഡിൽ കിടത്തിയിട്ട് ഉമ്മ കൊച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തല്ല മതിൽ കെട്ടിയ പോലെ എനിക്ക് ഉമ്മയെ മുഖവും കാണാൻ പറ്റത്തില്ല, കൊച്ചിനെയും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഉമ്മ പ്ലീസ്. നമ്മൾ കുറേ ശല്യപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുമല്ലോ, ഉമ്മാത്തിരി കൊച്ചിനെ ഇപ്പുറത്ത് കിടത്തുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ഉറക്കാൻ പറ്റില്ല, ഒത്തിരി കൊച്ചിനെ എന്നെ നോക്കി കിടത്ത്. എൻ്റെ ശല്യം കുനുകുന ശല്യം സഹിക്കാൻ പറ്റാതെ ഉമ്മ എന്ത് ചെയ്ത് കൊച്ചിനെ പിടിച്ച് നടുക്ക് കിടത്തിയേ. കൊച്ചിന് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അത് ശരി, ശ്രീഡി കൊച്ചേ എന്തോടാ, എന്നിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ ഉമ്മാനെടുക്കുന്നത്. പക്ഷെ അതൊക്കെ അത് കേൾക്കുക. എന്നിട്ട് അങ്ങനെ ഉമ്മ എന്തോ ഇത് കൊച്ചിനെ നടുക്ക് കിടത്തി. അപ്പം ഞാനിങ്ങനെ കൊച്ചിനെ നോക്കി കിടന്നു. അപ്പോൾ എനിക്കൊരു കൊതി. എന്നിട്ട് അവർ അന്നൊക്കെ ഉണ്ടായിരുന്ന എന്താണ്, റാന്തലില്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോൾ റാന്തൽ ഇങ്ങനെ താഴ്ത്തി വെക്കും. റാന്തൽ എന്ന് പറയുന്നൊരു വിളക്കാണ് സംഭവം. അത് അതിനകത്ത് എന്താ പറയുക, മണ്ണെണ്ണ ഒഴിച്ചിട്ട് ചിലപ്പോൾ ഡീസൻ്റേ ഉണ്ടായിരിക്കും. അങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ചെറുതാക്കി വെക്കും. എന്നിട്ട് രാത്രി നമുക്ക് വേണമെങ്കിൽ ഈ സംഭവം വലുതാക്കി വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ അത് താഴ്ത്തി വെച്ചിരിക്കല്ലേ, ചെറിയ അരണ്ട വെട്ടമുണ്ട് മുറിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പതുക്കെ ആ കൊച്ചിൻ്റെ പുറത്തുണ്ടല്ലോ, ഇങ്ങനെ എനിക്ക് ഇച്ചിരി കൊതിയായി കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. ഞാൻ പതുക്കെ കൊച്ചിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന്. അപ്പോൾ നല്ല എന്തോ ഒരു സന്തോഷം. ആ സമയത്ത് മൂത്തമ്മ ഉമ്മടുത്ത് ചോദിക്കുകയാണ്, നീ നോക്കിയാണ് കൊച്ചിൻ്റെ പുറത്തോട്ട് കൈ അങ്ങനെ എടുത്തിടും, നീ ലൈറ്റ് ഒന്നും വട്ടം വെച്ച് നോക്കിയാണ്, ഉറക്കത്തിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എന്ന്. ഉടനെ മൂത്തമ്മ അങ്ങോട്ട് ലൈറ്റ് വലുതാക്കി ഇങ്ങനെ റാന്തലിൻ്റെ വെട്ടം കൂട്ടി വെച്ച്, ഇവരിങ്ങനെ വെട്ടം കൂട്ടി വെച്ച് ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് കളഞ്ഞു. പക്ഷേ കൈ എടുക്കാൻ പറ്റിയില്ല, കൈ കൊച്ചിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കണ്ണടച്ചങ്ങ് മിണ്ടാതെ ഉറങ്ങിയ പോലെ കിടന്നു. അപ്പോൾ ഉടനെ മൂത്തമ്മ പറയണം, കൊച്ചിൻ്റെ പുറത്ത് കൈ വെച്ചിരിക്കുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചിൻ്റെ പുറത്ത് കൈ വെച്ച് കൊച്ചിനെന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അഭിനയിക്കണ്ടായിരുന്നു, ഞാൻ ഉണർന്ന് തന്നെ കിടന്നാൽ മതിയായിരുന്നു, എന്നാൽ എന്തെങ്കിലും സംസാരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ കൊച്ചിനൊന്നും ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേ കൊച്ചിനെ ഇഷ്ടമാണ്, കൊച്ച് വലുതായപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ കൊച്ചിൻ്റെ അടുത്തുള്ള ആ ഒരു വാത്സല്യ ഇഷ്ടവും എപ്പോഴും ഉണ്ട്. എൻ്റെ അനിയത്തി അവളെ താണ്ട് ഇച്ചിരി മുന്നേ കൂടെ സംസാരിച്ചതേ ഉള്ളൂ. നല്ല രസമാണ് അവളായിട്ട് സംസാരിക്കാം. അവൾക്ക് നല്ല തമാശയായി പറയും. അവളെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകണം അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങ് കണ്ണടച്ച് കളഞ്ഞു. ഉടനെ മൂത്തമ്മയും ഉമ്മയും കൂടെ കൊച്ചിനെ എടുത്തങ്ങ് അപ്പുറത്തെ സൈഡിൽ കിടത്തിയിട്ട് ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കിടന്നു. കണ്ണടയ്ക്കണ്ടായിരുന്നല്ലേ, കണ്ണടയ്ക്കാതെ കിടന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, ഞാനും കട്ടിപ്പിടിച്ചതല്ലേ, എടുത്ത് മാറ്റണ്ടെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു, എൻ്റെ കൂടെ സംസാരിച്ചാൽ നിങ്ങൾക്ക് സമയം പോകുന്ന അറിയില്ല, നല്ല രസമാണ് സംസാരിക്കാൻ. കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലേ, എൻ്റെ കുട്ടികളെയൊക്കെ ഞാനല്ല വളർത്തിയത്, ഉമ്മായും എൻ്റെ ഇത്തായുമാണ്. എൻ്റെ പിള്ളേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരെ എന്നും എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പിള്ളേരൊക്കെ വളർന്ന പോലും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അവർ കുഞ്ഞു പ്രായം കണ്ട് കൊതി തീർന്നില്ല. സത്യം ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ എന്താ പറയുക, ഞാനൊക്കെ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ സിംഗിൾ പാരൻ്റാണ് ഞാൻ എൻ്റെ പിള്ളേരെ. അത് ഫാമിലി തമ്മിലും രണ്ട് കുടുംബം തമ്മിലും ചേരാത്തതൊക്കെ നമ്മളെന്നും വെച്ചുകൊണ്ട് വെറുതെ വിഷയങ്ങളുണ്ടാക്കി മനസ്സിന് സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാളും എപ്പോഴും ചേരില്ല എന്ന് ഒരു കുടുംബങ്ങൾ രണ്ടുപേരും തമ്മിൽ 2-3 പ്രാവശ്യം നമ്മൾ അത് നേരെ പോകാൻ ട്രൈ ചെയ്യുക. ഒരു 2 തവണ 3 തവണ അല്ലെങ്കിൽ 4 തവണ ട്രൈ ചെയ്യുക. എന്നിട്ടും വീണ്ടും ഒരുമിച്ച് പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക, അതാണ് നല്ലത്. പിന്നെ 2 കുടുംബമായിട്ട് അങ്ങ് സെപ്പറേറ്റ്, 2 കുടുംബം പിരിഞ്ഞു. പിന്നെ 12 വേണമായിരുന്നു, 1 ഡസൻ ആകുമായിരുന്നു. 12 ഉണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിയുടെ ആ കാണുന്ന എൻ്റെ മോളെയും എൻ്റെ അനിയത്തിയെയും എനിക്കിപ്പോഴും ആ ഒരു മൈൻഡാണ് കാണാൻ.
ഞാൻ ചിലപ്പോൾ എൻ്റെ മോളെ ഞാൻ എൻ്റെ അനിയത്തിയുടെ പേര് വിളിക്കാറുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ അവൾ അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് എനിക്ക് അവളോട്. ഞാൻ പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ കുറേ തവണ കുഞ്ഞിലെ അവളെ വലിച്ചെടുക്കും. എനിക്ക് 2 പിള്ളേർ, പിന്നെ എല്ലാവരെയും കൂടെ ആയിട്ട് എനിക്ക് 8 പിള്ളേർ. എനിക്ക് അത് കേൾക്കണേ. ഞാൻ ചെറിയ പ്രായത്തിൽ ഇവളെ ചുമ്മാ ഞാൻ എടുക്കുമായിരുന്നു, എനിക്ക് ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ വലിച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കൊച്ചിങ്ങനെ തല ഞെളിയും, അല്ലെങ്കിൽ പുറത്ത് ചവിട്ടുമ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ മലന്നൊന്ന് വീഴും. എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചു മലന്ന് താഴെ വീഴുന്നു, നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതിനാകുമ്പോൾ വെച്ച് കൊച്ചു കരയുന്നു, മറ്റേ വലിയവർ ഓടി വരുന്നു, അയ്യോ കൊച്ചിനെ തള്ളിയിട്ടേ എന്ന് പറയുന്നു. ആൻ്റണി വർക്കി, ഇന്നലെ എനിക്ക് വേറൊരു കാര്യമുണ്ട്, വേറെ ജോലിയൊന്നും വേണ്ട, അത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. കൊച്ചിനെ ഇഷ്ടം കൊണ്ട് വലിച്ചെടുക്കുന്നതാണ്. കൊച്ചിനെ വലിച്ചെടുക്കുമ്പം കൊച്ചു കിടന്ന് ചാടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുമ്പോൾ കൊച്ചു വന്ന് വീഴും. അപ്പോൾ വീണുടനെ കൊച്ചങ്ങ് കരയാനും തുടങ്ങും. എത്ര തവണ. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിരട്ടി ഉമ്മ വിരട്ടിയതല്ല, ആ വീട്ടുകാർ. അവർ പറഞ്ഞ് ഇവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചു. എന്നിട്ട് അവർ പറയാണ്, അവർ വീട്ടിനകത്ത് വലിയ പട്ടിയെ വളർത്തുന്നുണ്ട്, ഇനി കൊച്ചിനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ചാൽ പട്ടിക്കിട്ട് കൊടുക്കുമെന്ന്. എന്താണ് നൗഷാദ് എന്തോ പറഞ്ഞല്ലോ. ഇനിയും നല്ല ഒരാളെ കിട്ടും, കല്യാണം കഴിച്ച് ജീവിക്കാൻ അവസരമുണ്ട്. ഇനിയും കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു 5 പിള്ളേരെയും കൂടെ പ്രസവിക്കും. ഓക്കെ. പിന്നെ വേറെന്താണ്, ചെറിയ പ്രായത്തിലുണ്ടല്ലോ എൻ്റെ അനിയത്തിക്ക് ഈ പറഞ്ഞ കണക്ക് അവൾക്ക് ചെറിയൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അസുഖം തിരിച്ചറിഞ്ഞ് വന്നതിൻ്റെ ഉമ്മ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടിലിൽ കൊച്ചിനെ കൊണ്ടുവന്ന് കിടത്തിട്ടൊക്കെ. പിന്നെ ഇവൾക്ക് കുപ്പിപ്പാൽ കൊടുക്കുന്നു. ഇവൾ കുപ്പിപ്പാൽ കുടിക്കുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുപ്പിപ്പാലൊന്നും കുടിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വിഷമം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറയണം. നോ പ്രോബ്ലം. അപ്പോഴത്തേക്കുണ്ട് ഞങ്ങളെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞിട്ടൊരു റൂമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇറയോ എന്ന് പറയും. അന്ന് ഇറയോ ഉണ്ട്. അവിടെ ഒരു ടീപ്പ് കിടപ്പുണ്ട്, ടീപ്പയുടെ പുറത്ത് പാൽക്കുപ്പി ഇരിക്കുന്നുണ്ട്. ഇവരിത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലോട്ട് എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകണം, ഞാൻ ഇവരെ പുറകെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പുറത്തെ റൂമിലോട്ട് എല്ലാവരും ഇങ്ങനെ നടന്നു പോകണം, ഞാനും പുറകെ പോകണം. ഞാൻ ഇങ്ങനെ പുറകെ പോയിട്ട് നോക്കിയപ്പം പാൽക്കുപ്പി ഇരിക്കുന്നു, അതിൽ കുറച്ച് പകുതി പാലും ഇരിക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതല്ല അതിനുള്ള എൻ്റെ നിപ്പിള്. എനിക്കത് കണ്ടപ്പോൾ എന്തോ ഇങ്ങനെ എടുത്ത് ഊറിണമെന്നൊരു തോന്നൽ. അവർ പുറകെ പോയി, ഞാൻ റിവേഴ്സ് അടിച്ച് ബാക്കിൽ വന്ന് പാൽക്കുപ്പി എടുത്ത് പെട്ടെന്ന് 2 വലി വലിച്ചു. ഇപ്പോഴും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണവും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേക, ആ പ്ലാസ്റ്റിക്കിൽ കൂടി കുടിക്കുമ്പം വേറൊരു ടേസ്റ്റ്, ആ ഒരു ഫീൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ പാൽക്കുപ്പിയിൽ? അതൊക്കെയാണ് ഒരു നൊക്ലാച്ചിയ എന്ന് പറഞ്ഞാൽ, കറക്റ്റ് നൊക്ലാച്ചിയ. അതൊക്കെയാണ് തീരാത്ത ഓർമ്മകളുമായ ശിവൻ്റെ ജീവിതം വീണ്ടും ബാക്കി കുഞ്ഞാവും. അതിൻ്റെ പവറാണ് ഇപ്പോഴും. ചിലപ്പോൾ ആയിരിക്കും, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. കറക്റ്റായിട്ട് എന്താ പറയുക എന്നെനിക്കറിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതെ. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. എൻ്റെ ചെറിയ പ്രായത്തിലുള്ളവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് വീട്ടിൽ ടീപ്പോയും കസേരയും മേടിച്ചപ്പോഴത്തേക്ക് മുത്തമ്മയുടെ വീട്ടിലായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ടീപ്പോയും കസേരയും മേടിച്ചെന്ന് പറഞ്ഞ്. അന്നെന്താ പറയുക, അപ്പോൾ 4 കസേര മേടിച്ചു, ഒരു ടീപ്പോ മേടിച്ചെന്ന് പറഞ്ഞ്. 3 കസേരയാണ് മേടിച്ചത്. അതെന്തിനാ അവർ 3 മേടിച്ചു? അപ്പോൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 1 ബേച്ചാക്ക്, 1 ഇത്താക്ക്, 1 എൻ്റെ ബ്രദറിന്. അപ്പോൾ എനിക്കില്ല, 3 കസേരയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയണമല്ലോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എന്തെങ്കിലും ഡയലോഗ് ഇട്ടാണ്. എനിക്ക് ടീപ്പ് വേണമെന്ന് പറഞ്ഞേട്ടാ, എനിക്ക് ടീപ്പാണ് പോലും. അപ്പം കഥ കേൾക്കണം. എനിക്ക് ടീപ്പാണെന്ന് പറഞ്ഞല്ലോ. പിന്നീട് ഞാൻ അവിടെ നിന്നൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് അവരെന്നെ ഒരു വ്യക്തി വിടത്തില്ല. എൻ്റെ ഉമ്മ അടുത്ത് പറയാണ്, നിനക്ക് 3 പെൺമക്കളുണ്ടല്ലേ, എൻ്റെ അനിയത്തിയും പെണ്ണല്ലേ, എൻ്റെ മൂത്ത ഇത്ത പെണ്ണ്, എൻ്റെ ബ്രദറാണ്, പിന്നെ ഞാൻ പെണ്ണ്, എൻ്റെ അനിയത്തി പെണ്ണ്. അവ പറയാം, നിനക്ക് 3 പെൺമക്കളുണ്ടല്ലോ, ഒരു പെണ്ണിനെ എനിക്ക്, മൂത്തമ്മക്കാണെങ്കിൽ 3 ചെറുക്കന്മാരും 1 പെണ്ണേ ഉള്ളൂ, ഒരു പെണ്ണിനെ എനിക്ക്, ഒരു പെണ്ണിനെ. അപ്പോഴും ഉമ്മ പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ കൊടുക്കുമോ സ്വന്തം മക്കളെ? ഉമ്മ കൊടുത്തില്ല. എനിക്ക് വീട്ടിൽ വരാനും പറ്റി. അങ്ങനെ വീട്ടിൽ നിന്നപ്പോഴത്തേക്കുണ്ട്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കുമല്ലോ. ചോറ് കഴിക്കാൻ നേരത്ത് അവർ ഓടി വന്ന് അവരോരോ കസേരയിലങ്ങ് ഇരിക്കുക ചോറും കൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ചോറ് എടുത്തിട്ട് ഞാൻ ടീപ്പോയിൽ കയറി ഇരിക്കും. അപ്പോൾ അവരിവിടെ വെച്ച് കഴിക്കും, ഞാൻ ടീപ്പോയിൽ കയറി അങ്ങ് ഇരിക്കും. അവർ ടീപ്പോയിൽ പുറത്ത് എല്ലാവരും കൊണ്ട് ചോറ് വയ്ക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ ടീപ്പയാണെന്നും പറഞ്ഞിട്ട് ഞാൻ ചോറ് എടുത്തൊക്കെ ടീപ്പോയുടെ പുറത്ത് കയറിയിരുന്ന് കഴിക്കും. അങ്ങനെ ഇപ്പോൾ അവർ കസേരയിട്ട് കഴിക്കണ്ട. അപ്പോൾ അവരെല്ലാം വിളിന്ന് ഉമ്മ എന്ന് വിളിക്കും. ഞാൻ പറയും, ഉമ്മ എൻ്റെ അല്ലേ ഉമ്മ ടീപ്പ എനിക്കെന്നല്ലേ പറഞ്ഞത്? തന്നെ. അപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ടീപ്പോയിലിരുന്ന് കഴിക്കും.
അവർ കസേരയിലിരുന്ന് കഴിക്കും. അല്ല പിന്നെ എനിക്ക് കസേര ഇല്ലല്ലോ, എൻ്റെ ടീപ്പല്ലേ, എനിക്കതിൽ കഴിക്കണ്ടേ.